സ്പൈഡർമാന്റെ പലതരത്തിലുള്ള മാരക വേർഷനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ ലിസ്റ്റിൽ നിങ്ങൾ ഇന്നേ വരെ കാണാൻ സാധ്യതയില്ലാത്ത ഒരെണ്ണത്തിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഡെയ്സി സ്പൈഡർമാൻ. ഈ ഡെയ്സി സ്പൈഡർമാന്റെ കഥ നിങ്ങൾ ഒരു കോമിക്സിലും വായിച്ചു കാണാൻ സാധ്യതയില്ല. കാരണം ഇത് ഇവരുടെ ഇരിക്കല്ലേ. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ, പീറ്റർ പാക്കരൻ. കൊച്ചു പിള്ളേരോടൊപ്പം ഗോട്ടി കളിച്ച് നടക്കലാണ് പാക്കരന്റെ പ്രധാന പണി. ഇതൊക്കെ എന്ത്? ഈ ചേച്ചിയാണ് പീറ്റർ പാക്കരന്റെ ലവർ. പീറ്റർ പാക്കറിന്റെയും ഈ ചേച്ചിയുടെയും പ്രണയം പൊട്ടിമുളയ്ക്കുന്നത് വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. ഒരു ദിവസം നമ്മുടെ പീറ്റർ പാക്കറിനെയും കൂട്ടി ചേച്ചി നടക്കാനിറങ്ങും. അപ്പോഴാണ് ചേച്ചിക്ക് ആ ഗുരുതരമായ പരിക്ക് പറ്റുന്നത്. ആരാണ് ചേച്ചിയെ ഉപദ്രവിച്ചത്? നോർമൻ ഓസ്ബോൺ ആണോ? അല്ല. ഒക്ടോപ്പസ് ആണോ? അല്ല. മണൽ മനുഷ്യനാണോ? ചേച്ചി നടന്നു പോകുമ്പോ കാലിൽ ഒരു മുള്ളു കുത്തി. തന്റെ കാലിലെ ഭീകരമായ ആ മുള്ള് ഒരു വലിയ സംഘട്ടനത്തിലൂടെ പറിച്ചെടുത്ത നമ്മുടെ പീറ്റർ പാക്കരനോട് ചേച്ചിക്ക് പ്രേമം തോന്നും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ആഹാ, ഒരാൾക്ക് മറ്റൊരാളോട് പ്രേമം തോന്നാൻ ഇതിലും വലിയ കാരണങ്ങളൊക്കെ ആവശ്യമാണോ? തന്റെ കാലിൽ നിന്നും ആ മാരകമുള്ളു വലിച്ചൂരി തന്റെ ജീവൻ രക്ഷിച്ച പീറ്റർ പാക്കറിനെ പറ്റി ചേച്ചിക്ക് ചിന്തിക്കാതിരിക്കാനേ കഴിഞ്ഞില്ല. പിന്നെ ഒരു പാട്ടാണ്. അല്ല, ഇത് മറ്റേ കില്ലാടീന്റെ ടിപ്പ് ടിപ്പ് ബർസാ പാനി, ആ പാട്ടല്ലേ? സ്പൈഡർമാനെ ഹോളിവുഡിൽ നിന്ന് കെട്ടു, പാട്ടുകളൊക്കെ ബോളിവുഡിൽ നിന്നും കെട്ടു. എന്നിട്ട് ഞങ്ങളുടെ സിനിമയിൽ നിന്ന് ആരും അടിച്ചു മാറ്റരുത്, അത് നിയമപരമായിട്ട് തെറ്റാണത്രേ. ഇവന്മാരെ എഴുതി വെച്ച ഡിസ്ക്ലെയിമറാണ്. ഇയാൾ ചത്തോ? ഒരു വികാരം ഇല്ലാത്ത പോലെ. ഒരു ദിവസം നമ്മുടെ പാക്കരൻ ഗോട്ടി കളിച്ചോണ്ടിരിക്കുമ്പോ, അല്ല ഇയാൾക്ക് ഈ ഗോട്ടിക്കളി അല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? അതിനൊരു ബുദ്ധി വേണം, അതിവനില്ല. ഗോട്ടി കളിച്ചോണ്ടിരിക്കുമ്പോ ചേച്ചി പിന്നെ നടക്കാൻ വേണ്ടി പാക്കരനെ വിളിക്കും. ആ സമയം 5-6 ഗുണ്ടകൾ വന്ന് ചേച്ചിയെ ആക്രമിക്കുകയാണ്. എവിടെന്നൊക്കെയോ വന്ന നാട്ടുകാർ ആ ഗുണ്ടകളെ അടിച്ചോടിക്കും. തന്നെ രക്ഷിക്കാൻ ശ്രമിക്കാത്ത പാക്കരനെ അങ്ങനെ ചേച്ചി വെറുക്കുകയാണ്. സങ്കടം സഹിക്കാനാവാതെ പാക്കരൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ പാക്കരന്റെ അമ്മയും പാക്കരനെ തള്ളിപ്പറയും. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഗോട്ടി കൊണ്ട് കഞ്ഞി വയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ചു വൈകിയാണെങ്കിലും താനൊരു വൻ ദുരന്തമാണെന്ന് മനസ്സിലാക്കിയ പാക്കരൻ ഒരു മരച്ചുവട്ടിലിരുന്ന് കരയും. അപ്പോൾ അവിടെ ഒരു മുനിവര്യൻ പ്രത്യക്ഷപ്പെടുകയാണ്. അയാള് പാക്കരന് സ്പൈഡർമാൻ ആവാനുള്ള വരം കൊടുക്കും. നടക്കണ കാര്യം പറടാ. അങ്ങനെ നാടിനെ രക്ഷിക്കാൻ അവൻ എത്തുകയാണ്, ഡെയ്സി സ്പൈഡർമാൻ. അല്ല, ഈ സ്പൈഡർമാൻ എന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു മാറ്റിയതാണെന്ന് ആൾക്കാർ പറയും. അതുകൊണ്ട് സ്പൈഡർമാന്റെ ഫ്രണ്ടില് ഡെയ്സി എന്നുകൂടി ചേർത്ത് ഡെയ്സി സ്പൈഡർമാൻ എന്നാക്കി കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഈ ഡെയ്സി സ്പൈഡർമാന്റെ അപകടകരമായ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, നാട് കൊള്ളയടിക്കാൻ വന്ന തീവ്രവാദികളിൽ നിന്നും പാവങ്ങളെ രക്ഷിക്കാനുള്ള ദൗത്യം ഡെയ്സി സ്പൈഡർമാൻ ഏറ്റെടുക്കുന്നു. ആ കറങ്ങിയതിൽ സ്പൈഡർമാന്റെ നട്ടെല്ലൊക്കെ ഒടിഞ്ഞുപോയി എന്നാണ് തോന്നുന്നത്. കാരണം മൂപ്പര് കുറച്ചു നേരം ഇതേ നിൽപ്പ് തന്നെ നിൽക്കും. നമ്പർ 2, നായികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വില്ലന്മാരെ ഡെയ്സി സ്പൈഡി അടിച്ചോടിക്കും. വെറുതെ ചിരിപ്പിക്കരുത്. ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മിഷീന്റെ കടകട സൗണ്ടാണ് ഡെയ്സി സ്പൈഡർമാന്റെ BGM. അങ്ങനെ തന്നെ രക്ഷിച്ച ഡെയ്സി സ്പൈഡർമാനോട് ചേച്ചിക്ക് ഇഷ്ടം തോന്നും. പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം എല്ലാത്തിനും നിന്നെ കൂടെ ഉത്തരം പറയിക്കും. എന്റെ സ്പൈഡർമാൻ ഇങ്ങനെ അല്ല. ഇയാള് സ്പൈഡർമാൻ ആണോ അതോ കുഞ്ഞിക്കൂനനാണോ? നമ്പർ 3, അമ്മ അലക്കി വെച്ച തുണികളെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഉണക്കാനിടണം. നമ്പർ 4, കൊച്ചുകുട്ടികളെ ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തിക്കണം. നമ്പർ 5, തീവ്രവാദികളെ ഇല്ലാതാക്കണം. നാട്ടിൽ ഡെയ്സി സ്പൈഡർമാന്റെ ശല്യം താങ്ങാനാവാത്ത തീവ്രവാദികൾ എട്ടുകാലിക്ക് വെള്ളം അലർജിയാണെന്ന കണ്ടുപിടുത്തത്തിലേക്ക് എത്തപ്പെടുകയാണ്.
കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്ന് ഓരോ ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ടുവന്ന് നമ്മുടെ ദേശി സ്പൈഡർമാനെ നനപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കേ. കുഴപ്പമില്ല, അങ്ങനെങ്കിലും ആ ബനിയന് ഇത്തിരി വെള്ളം കണ്ടല്ലോ, സമാധാനം. പീറ്റർ പാക്കരൻ താനാണ് ദേശി സ്പൈഡർമാൻ എന്ന് തന്റെ പ്രിയതമയോട് വെളിപ്പെടുത്തുകയാണ്. ഇതോടുകൂടി ഈ ദേശി സ്പൈഡർമാന്റെ കഥ അവസാനിക്കുകയാണ്. ഇയാളൊക്കെ താനോസിനെ കൊല്ലാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 2 പാർട്ടിലൊന്നും കഥ നിൽക്കില്ല. ഈ പടത്തിന്റെ ഈ ക്വാളിറ്റിയിലുള്ള പ്രിന്റ് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. അപ്പൊ ഇത് ഉണ്ടാക്കിയവനെ അറിയാം ഇതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്ന്. ഇതൊക്കെ പുറത്ത് കാണിച്ചാ ഇതിലെ നായകന് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ നടക്കേണ്ടി വരും. ഇത് മാർവലിന്റെ സ്പൈഡർമാൻ അല്ല, ഇതേതോ പാഗലിന്റെ സ്പൈഡർമാൻ ആണ്.